ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ബാലചന്ദ്രമേനോനാണ്. പഴയ ഒരു ബാലചന്ദ്രമേനോൻ്റെ ഒരു ചിത്രം കിട്ടിയിട്ടുണ്ടായിരുന്നു നെറ്റിൽ നിന്ന്. അപ്പോൾ ഞാനത് നോക്കിയിട്ട് വരയ്ക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതൊക്കെ നമ്മൾ പരിപാടി ഇങ്ങനെ തുടങ്ങി. അതൊക്കെ നീ നമുക്ക് അതൊക്കെ കണ്ണ് പിരികൊക്കെ സെറ്റ് ചെയ്ത് കണ്ണൊക്കെ വരയ്ക്കാനുണ്ട് കേട്ടോ. പുള്ളിയുടെ ഞാൻ കുറേ പടങ്ങൾ കണ്ടിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കാര്യം നിസ്സാരോ അങ്ങനെ ഒരു പ്രേം നസീറൊക്കെ കൂടി അഭിനയിച്ചൊരു പടം ഉണ്ടായിരുന്നു. അതിൽ പുള്ളിയുടെ ഡ്രൈവർ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു തലയിൽ തുണിയൊക്കെ ഒരു കർച്ചീഫൊക്കെ കെട്ടിയിട്ടുള്ളൊരു ഡ്രൈവർ. അത് നല്ലൊരു പാട്ടുണ്ട് കേട്ടോ, നല്ല ഒരു അടിപൊളി പാട്ടുണ്ട്. പാട്ട് കൺമണി തെന്മണി എന്നൊക്കെ പറഞ്ഞൊരു പാട്ടാണ് എനിക്ക് തോന്നുന്നത്. നല്ലൊരു രസമുള്ള പാട്ടാണ് എനിക്ക് തോന്നുന്നത്. ആ സിനിമ അതേപോലെ കാര്യം നിസ്സാരം തന്നെയാണ്. അത്രയേ ഉള്ളൂ, വേറെ അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷെ നസീറിൻ്റെ കൂടെ അഭിനയിച്ചതാണ്, നല്ല പുള്ളി നസീർ സാറിൻ്റെ കൂടെ അഭിനയിച്ചതാണ്. നല്ലൊരു ഇത് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് പുള്ളി ഇൻഡിപെൻഡൻ്റായിട്ട് വന്നപ്പോൾ പുള്ളിയാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ നടിമാരെ കൊണ്ടുവന്നേക്കണമെന്ന് എനിക്ക് തോന്നുന്നത്. ഈ ഏപ്രിൽ 18 അതിൽ പുള്ളി പോലീസ് ഓഫീസറാണെന്ന് എനിക്ക് തോന്നുന്നു. പോലീസ് ഓഫീസറായിരിക്കും ആണ്. എന്തോ ഒരു അതിൽ ശോഭനയെ കൊണ്ടുവന്ന് എനിക്ക് തോന്നുന്നു. ശോഭന ഇതൊക്കെ പണ്ട് കണ്ട പടങ്ങളാണ് കേട്ടോ. ഇപ്പോൾ ഓർക്കണില്ല. ശങ്കരാടി ഇവനൊക്കെ ഉണ്ട്. അടൂർ ബാസിയൊക്കെ ഉള്ളൊരു പടമാണ്. അടൂർ ബാസിയാണ് ശോഭനയുടെ അച്ഛൻ എന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നല്ല പടമാണ്. ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻ, ഒരു ചെറിയ പടം. ഏകദേശം ആ ഒരു കാലഘട്ടത്തിലുള്ള ഒരു പിക്ചറാണെന്ന് എനിക്ക് തോന്നുന്നത്, ആ ഒരു ടൈമിലെടുത്ത്. പിന്നെ പുള്ളിയെ കൊണ്ടുവന്ന നടി പാർവതീനെ എനിക്ക് തോന്നുന്നു. വിവാഹിതരെ എതിരെതിരെ അങ്ങനെ എന്തൊരു പടത്തിൻ്റെ പേര് എനിക്ക് തോന്നുന്നു. അതിൽ പിന്നെ അതിന് കാർത്തികനെ കൊണ്ടുവന്ന പുള്ളിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നടിമാരും മിക്ക നടിമാരും നല്ല ക്ലിക്കായ നടിമാരെയൊക്കെ കൊണ്ടുവന്നേക്കണ പുള്ളിയാണെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മളെപ്പോഴും പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. കാരണം നമ്മൾ 2 ദിവസം പ്രാക്ടീസ് ചെയ്യാണ്ടിരുന്നാൽ പിന്നെ 3-ാമത്തെ ദിവസം ഒരു ചെറിയൊരു മടി കയറും, അല്ലെങ്കിൽ വരയ്ക്കുന്ന ചെറിയൊരു വ്യത്യാസം എന്തെങ്കിലും വരുമ്പോൾ പിന്നെ ഭയങ്കര ഒരു മൂഡ് ഓഫ് ആയിരിക്കും. അതുകൊണ്ട് എല്ലാ ദിവസവും ഒരു 10 മിനിറ്റെങ്കിലും ജസ്റ്റ് പെൻസിലെടുത്തിട്ടൊന്ന് വരയ്ക്കണം. ഞാൻ വരയ്ക്കുന്ന ആൾക്കാരുടെ കാര്യം പറഞ്ഞു കേട്ടോ. ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഒന്ന് വരച്ച് നോക്കുക. എന്തെങ്കിലും ചെറിയൊരു തിങ്ങായാലും ശരി, എന്തെങ്കിലും ഒരു സാധനം നോക്കിയിട്ട് ജസ്റ്റ് അതൊന്ന് ട്രേസ് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ്. അതെപ്പോഴും നമുക്ക് ഉപകാരപ്പെടുക. നമ്മുടെ ഫോക്കസ് എപ്പോഴും ഷാർപ്പായിക്കൊണ്ടിരിക്കുക. നമ്മൾ മൂർച്ച ആയുധമേറിയ ആയുധത്തിന് നല്ല മൂർച്ച ഉണ്ടാവണമെന്നല്ലേ പറഞ്ഞത് അസ്ത്രത്തിന്, അല്ലേ? അങ്ങനെ ഒരു ഇതുണ്ടല്ലോ. ഇതിലും പിന്നെ ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ വരാം. എന്നാലും പിന്നെയും നമ്മൾ ചെറിയ വായിച്ച് സെറ്റാക്കി എടുക്കും ഏകദേശം. പിന്നെ ഉണ്ടെങ്കിൽ തന്നെ ആ രീതിയിൽ തന്നെ കണ്ടിട്ട് വിട്ടേക്കുക. നമ്മൾ അത്രയും കൂടെ എക്സ്പേർട്ട് പറയാൻ ആയിട്ടില്ല. അല്ലെങ്കിൽ എന്താ പറയുക, എപ്പോഴും പ്രാക്ടീസിങ് ആണ് നമ്മളെ ഒരു ലക്ഷ്യം. പിന്നെ ഞാൻ പിന്നെ ഇനി കാർട്ടൂൺ അടുത്ത പ്രാവശ്യം വരുമ്പോൾ കാർട്ടൂൺ 2-3 വരയ്ക്കാൻ, ഇങ്ങനെ മറ്റേ ഡോറേമോനോ നോബിതേനെയൊക്കെ വരയ്ക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ കാർട്ടൂണുകളോടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പിന്നെ ഫേസ് ഡ്രോ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പലതരം ഫേസുകൾ വരയ്ക്കാൻ ഇഷ്ടമാണ്.
പിന്നെ പ്രത്യേക ഒരു ശ്രദ്ധ വേണം, ഭയങ്കര ഫോക്കസിങ് വേണം, ഷാർപ്പായിട്ട്. അത് എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ പിന്നെ ആകെ ഇതാവും. പിന്നെ ഇങ്ങനെ അത് കണ്ടുപിടിക്കാൻ വേണ്ടി കിടന്ന് പാടാപ്പെടുന്നു. പിന്നെ പുള്ളിയുടെ വേറെ പടങ്ങളെന്ന് പറയാൻ അച്ചുവേട്ടൻ്റെ വീട്, അങ്ങനൊരു പടമുണ്ട്. നല്ല പഴയ പടമാണ്. പഴയ പടങ്ങളാണ് ഞാൻ പുള്ളിയുടെ ഒരു പഴയ മുഖച്ഛായ വരയ്ക്കുന്നതുകൊണ്ടാണ് ഞാൻ പഴയ പടങ്ങളെടുത്ത് പറഞ്ഞത് കേട്ടോ. അച്ചുവേട്ടൻ്റെ വീട് നല്ലതായിരുന്നു. പിന്നെ ഇസബല്ലേ, അങ്ങനൊരു പടം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതൊരു പ്രത്യേക ഒരു പടമാണ്. കണ്ടവർക്ക് പറയാൻ പറ്റും, ഒരു ഭയങ്കര ട്രാജഡി തന്നെയാണത്. പിന്നെ കേൾക്കാത്ത ശബ്ദം, അതൊക്കെ ഭയങ്കര ഒരു ഇതായിട്ടുള്ള പടമാണ് കേട്ടോ. അത് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുന്നത് നല്ലതായിരിക്കും. ഏകദേശം ഒരു പ്രത്യേക ഒരു പടം അല്ലേ. പുള്ളിക്കെന്തോ ക്യാൻസർ എന്തോ ആയിരുന്നു പുള്ളിക്കും. ആദ്യമൊക്കെ പുള്ളി എടുക്കുന്ന പടങ്ങളൊക്കെ ഏകദേശം കുറച്ചൊക്കെ ക്ലിക്കായി വന്നതായിരുന്നു. പിന്നെ അങ്ങോട്ട് സ്ക്രിപ്റ്റിനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറേയൊക്കെ സ്ക്രിപ്റ്റ് ചെറിയ പാളിച്ചകൾ പോലെ എനിക്ക് തോന്നിയാണ്. ഒരു ബേസ് ഉറപ്പില്ലാത്ത രീതിയിലുള്ള ഒരു സ്റ്റോറീസായിരുന്നു വന്നത് എനിക്ക് തോന്നുന്നത് പുള്ളി. അല്ലെങ്കിൽ അതുകൊണ്ടായിരിക്കാം അത്രയും അങ്ങോട്ട് പിന്നെ ലാസ്റ്റ് വന്ന സമയങ്ങളിലൊക്കെ അങ്ങോട്ട് പൊളിഞ്ഞു പോയത്. ജയസൂര്യനെ വെച്ചിട്ട് ഒരു പടമൊക്കെ എടുത്തായിരുന്നല്ലേ, ഒരു മന്ത്രിയൊക്കെ ആയിട്ട്. ഒന്നും അത്ര അങ്ങോട്ട് ഇതായില്ല. പക്ഷെ നമ്മൾ കുറ്റമായിട്ട് പറയണമല്ല, അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ വന്ന് ടി വിയിലായാലും മറ്റേ ഫോണിലായാലും കാണുമ്പോൾ നമുക്കൊരു ഇതുണ്ടാവുമല്ലോ, സ്വാദനം. അത്ര അങ്ങോട്ട് എത്തിയില്ല. എവിടേക്കൊരു മിസ്സിങ്, അത് പറയാൻ പാടുള്ളൂ. മെനക്കെട്ട് ഇതിനു വേണ്ടി വർക്ക് ചെയ്തതല്ലേ. ചെറിയ എവിടേക്ക് മിസ്സിങ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ പോളിഷിങ്ങില്ല ബ്ലെൻഡ് ചെയ്യാൻ സമയമായി ഏകദേശം. നമുക്ക് ചെറിയ രീതിയിൽ സബ്സ്ക്രൈബിംഗ് ഒക്കെ ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ ഞാൻ ഷോർട്സ് ഇടുന്നുണ്ട് ചെറിയതായിട്ട്, പെട്ടെന്ന് വരച്ചിരുന്ന 15 സെക്കൻഡ്. അതിനൊക്കെ കുറച്ച് അത്യാവശ്യം ആൾക്കാർ പതുക്കെ വന്ന് കാണുന്നുണ്ട്. ഏകദേശം നമ്മുടെ പഴയൊരു ലുക്കിൽ പുള്ളീനെ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കളർ പെൻസിലൊക്കെ വെച്ചിട്ട് ഫേസ് സ്കിൻ ടോണൊക്കെ ഒന്ന് സെറ്റാക്കണം എന്നുണ്ടായിരുന്നു. ഒന്ന് സെറ്റാക്കി എടുക്കണം. ഇതിലല്ല, ഇനി അടുത്ത കുറച്ച് ഫേസ് വരയ്ക്കുമ്പോൾ ചെറുതായിട്ട് ഷെയ്ഡിങ് കൊടുക്കാമെന്ന് വെച്ചു കളർ പെൻസിൽ. ഓക്കെ എന്നാൽ ശരി. താങ്ക് യു ഫോർ വാച്ചിങ്.